സോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാഹനം ഞാൻ രാത്രിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാണിച്ചുകൊണ്ട് ഒരു ചലഞ്ച് ഇട്ടിരുന്നു. ഇത് ഏതാണ് ആ വാഹനം, ഏത് മോഡൽ, ഏത് കമ്പനിയുടെ വാഹനമാണെന്നുള്ളത് ചോദിച്ചിരുന്നു. ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ആർക്കും ഒരു കൺക്ലൂഷനിലെത്താൻ കഴിഞ്ഞില്ല ഇത് ഏതാണ് വാഹനം എന്നുള്ളത്. ഒരു പക്ഷേ ഞാൻ കാണിച്ച വിഷ്വൽസ് വെച്ചൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എങ്കിലും ഇതിൻ്റെ അലോയ് വീൽസ് ഞാൻ എടുത്ത് കാണിച്ചിരുന്നത് ഇതിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ ആയിരുന്നു. ഈ വാഹനത്തെ എവിടെയെങ്കിലും പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ അലോയ് വീൽസ് വെച്ച് തന്നെ രജിസ്റ്റർ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് എടുത്ത് കാണിച്ചത്. പക്ഷേ ആർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് ടൊയോട്ടയുടെ ക്രെസിഡ എന്ന് പറയുന്ന മോഡലാണ്. സോ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വന്നിട്ട് 2.6 ലിറ്റർ എഞ്ചിനാണ്. അതും 110 ഹോഴ്സ് പവറാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. പവർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഒന്ന് ഇതിൻ്റെ സസ്പെൻഷൻ, വാഹനത്തിൻ്റെ ഒരു ബോഡി വെയിറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഒരു ചെറിയൊരു തൊട്ടിലാടുന്ന പോലൊരു ഫീലുണ്ട്. ഒരു തരം എയർ സസ്പെൻഷൻ്റെയൊക്കെ കൈൻഡ് ഓഫ് ഒരു ഫീല്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സ്പീഡ് ബോട്ടിൽ തിരമാലകളിലൂടെ അടിച്ചടിച്ച് പോണ ഒരു ഫീല് പറഞ്ഞത്. നമ്മുടെ റോഡിൻ്റെയും കൂടെ ഒരു മഹത്വം കൊണ്ടാണ്. എത്ര നല്ല റോഡുകളായിരുന്നാലും നമുക്കൊരു ചെറിയ വേവി മോഷൻ പ്രദാനം ചെയ്യും.